പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഖം തന്നെയല്ലേ? നമ്മളെ തെക്കേപ്പുറത്തുകാരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് കുറ്റിച്ചറുള്ളവരോട്. ഇദ്ദേഹത്തിന് അറിയാം, നിങ്ങൾക്ക് നല്ലോണം നോക്കി. ഇദ്ദേഹത്തിൻ്റെ പേര് നസീർ എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല, നല്ല ആരോഗ്യം ഉണ്ടാവും. അന്ന് ഇദ്ദേഹത്തിൻ്റെ വേഷം ഇതായിരുന്നില്ല, ഇതിനെക്കാട്ടിയും അത്യാവശ്യം നല്ല വേഷങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, 2 ഏട്ടന്മാരുണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ആരുമില്ല, ആർക്കും വേണ്ട. അതാണ് സത്യം. ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ക്രിക്കറ്റ് ഫീൽഡിൽ പരിചയമുള്ള ആ മോന് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ നസീർ ഭായിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അന്ന് തന്നെ ഞാൻ കുറ്റിച്ചറ ഹോട്ടലിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ലപോലെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് തരപ്പി പോവുക, അതിങ്ങനെ ഒലിക്കുക. സ്ട്രോക്ക് വന്നാണ് അദ്ദേഹത്തിന്. സ്ട്രോക്ക് വന്നിട്ട് ഓർമ്മശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇദ്ദേഹം അറിയുന്നില്ല. ഇപ്പോൾ നമ്മളോട് വന്നിട്ട് തന്നെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഒരു ദിവസം 4 5 മാറ്റി കൊടുക്കണം ഡ്രസ്സ്. ഇദ്ദേഹത്തിൻ്റെ പൊന്നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ആദ്യം ബീച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചു, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. എല്ലാ ടെസ്റ്റും തന്നെ എല്ലാ ടെസ്റ്റ് MR സ്കാനിങ് അടക്കം ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാണ് പറയുന്നത്. അത് കാണിച്ചാൽ അത്യാവശ്യം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഓർമ്മശക്തിൻ്റെ അത് ഇതായിട്ടില്ല. നസീർ ഭായി ഇപ്പം നമ്മളോടുണ്ട്. മാഷാ അല്ലാ, നമ്മളെ ഈ സ്ഥാപനമുള്ളവർ അദ്ദേഹത്തിൻ്റെ പൊന്നുമാതിരി നമ്മൾ നോക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റെടുക്കാറ്. കാരണം അദ്ദേഹത്തിൻ്റെ ആരെല്ലോ ആയിട്ടാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഭക്ഷണമൊക്കെ ഏതൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നത്, അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോഴേ നമ്മൾ അവരെ ആരെല്ലോ ആവുള്ളൂ. പേരിന് വേണ്ടി അത് പെങ്ങളാണ്, ഇത് ജേട്ടനാണ്, ഇത് എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ ആരോഗ്യം ഉണ്ടാകുമ്പോഴല്ല അവർ നമ്മളെ കൂടെ പിടിക്കേണ്ടി, ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ്. അത് മാതാപിതാക്കൾ എപ്പോഴും ചേർത്ത് വെക്കുമ്പോൾ അത് എന്തെല്ലാം ആവുന്നത്. ഇവരെ 2 ജ്യേഷ്ഠന്മാർ 5 വക്ത് പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, നമസ്കരിക്കുന്നവരാണ്, നിസ്കാര ടൈമുള്ളവരാണ്. ആ ജ്യേഷ്ഠന്മാർ പറഞ്ഞിരിക്കുന്നല്ലോ, ഇവനെക്കൊണ്ട് വല്ലാത്ത ശല്യമാണ്. ഒന്ന് അവിടെ കൊണ്ടുപോയി കുറ്റിച്ചറ കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുത്ത്, വൈകുന്നേരം കൊണ്ട് വിളിച്ചുകൊണ്ടുവരാ, അല്ലെങ്കിൽ രാത്രി വിളിച്ചുകൊണ്ടുവരാ, അല്ലെങ്കിൽ വേറെ എവിടെ കൊണ്ടുപോയി ആക്കാം. നമ്മൾ പൂച്ചനൊക്കെ പുറത്തേക്ക് ആക്കണ മാതിരി, അല്ലെങ്കിൽ പൂച്ചനെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി തള്ളുന്ന മാതിരി, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഉദാഹരണം പറയാൻ കാരണം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ തെക്കേപ്പുറത്തെ ആൾക്കാർ? പഠിച്ചമ്പുരാൻ, ഇത് 5ാമത്തെ ആളാണ്, തെക്കേപ്പുറത്തുകാരായിട്ടുള്ള 5ാമത്തെ ആൾക്കാരാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞങ്ങൾക്ക് പണമോ പ്രശസ്തിയോ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു വാടക കെട്ടിടമാണ്. മുമ്പ് സത്യം പറയുകയാണെങ്കിൽ ഈ വാടക കെട്ടിടമുള്ള തിരൂരായിരുന്നു. തിരൂരിൽ നിന്നാണ് ഇപ്പം നമ്മൾ കോഴിക്കോട് മീഞ്ചന്ത മലബാർ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ് വന്നത്. ഇവിടത്തേക്ക് വന്നപ്പം നമ്മൾ ഒരുപാട് പ്രയാസത്തിലാണ് ഇത് പോകുന്നത്. സത്യം പറയാണ്, ഒരുപാട് വലിയ കടബാധ്യതയിലേക്ക്, ഒരുപാട് ബാധ്യതയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്പെങ്കിലും സഹായങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ നാട്ടുകാരെ, തെക്കേപ്പുറത്തുകാർ, എല്ലാ സുഹൃത്തുക്കൾ, ഇവരൊക്കെ സഹായങ്ങൾ ഉണ്ടാവല്ലോ എന്ന് കരുതിയിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ മീൻചന്ത അങ്ങോട്ട് മാറ്റിയത്. ഈ കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു ആരെങ്കിലുമൊക്കെ വരും, 2 കിലോ പഞ്ചസാരയേറ്റോ ഇല്ല 1 അരിച്ചാക്ക അരിയേറ്റോ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മുടെ തെക്കേപ്പുറത്തുള്ള ഒരാൾ പോലും നമ്മളെ സ്നേഹ വീട്ടിലേക്ക് വന്നിട്ടില്ല. സത്യം പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ പഠിക്കാൻ പോകുമ്പോൾ കൗൺസിലിംഗ് ഒക്കെ എനിക്കൊക്കെ തരുമ്പോൾ, അറിവുള്ളവർ അറിവിനെ തരുമ്പോൾ പറയുന്നൊരു വാക്കാണ്, ഒരുപാട് പ്രതീക്ഷിക്കണം, പ്രതീക്ഷിക്കുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതലും അവിടത്തേക്കാണ്. നമ്മളൊന്നും ശരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ മനുഷ്യത്തൊഴിലാളികൾ പ്രസ്ഥാനമാണിത്. കല്ലുമ്മക്കായി മുങ്ങുന്നവരുടെ പ്രസ്ഥാനം. അന്നന്ന് കിട്ടി അന്നന്ന് ജീവിക്കുന്ന 6 മാസം നമുക്ക് ജോലി ഉണ്ടാവുള്ളൂ. ഈ 6 മാസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പണിയില്ലാത്ത ആൾക്കാർ, നമ്മൾ ജോലി ഉണ്ടാവില്ല. പിന്നെ ഈ കടൽ ഷോപ്പൊക്കെ കഴിഞ്ഞ് വഞ്ചിക്കാരൊക്കെ താഴ്ത്തിയാൽ എന്തെങ്കിലും കിട്ടും. കടക്കമുങ്ങക്കാർ പോയി കഴിഞ്ഞാലാണ്
നമ്മളെ കടക്കാക്കി കടങ്ങൾക്ക് വലിയ വില കൂടുന്നു. എന്നാലും ഇതിൻ്റെ വാടക, വൃദ്ധസദനത്തിൻ്റെ വാടക, ഹോട്ടലത്തത് ഒരുപാട് വലിയ വലിയ ബാധ്യത ആയിട്ട് കിടക്കുകയാണ്. എല്ലാവരും ഒന്നും ഈ ബാധ്യത ഏൽക്കുന്നില്ല. നമ്മൾ 2-3 പേര് മാത്രമേ ഏറ്റുകൊണ്ടിരിക്കുന്നത്, പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു സ്നേഹ വീട് എടുക്കാൻ പലവട്ടം നമ്മൾ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തെക്കേപ്പുറത്ത് ഒരുപാട് തറവാടുകൾ പൂട്ടിക്കെടുക്കുന്നുണ്ട്, നശിച്ച് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ അവർ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മനുഷ്യന്മാരെ നമുക്ക് നോക്കാൻ പറ്റും. ഒരുപാട് തെക്കേപ്പുറത്തുള്ള ആൾക്കാർ തറവാടുകൾ പൂട്ടിക്കെടുക്കുന്നുണ്ട്. സത്യം, ഞാൻ പലവരോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാടക അങ്ങോട്ട് ഒഴിവാക്കണം. ഇപ്പം നമ്മളൊരു 50 ആൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 100 ആക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഒരു 10 ആക്കുമ്പോൾ മരുന്ന് വാങ്ങിക്കൊടുക്കണമെങ്കിൽ നമുക്ക് 20 ആൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. നമ്മളൊന്നും വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ഉള്ളവരൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുറ്റപ്പെടുത്തൽ അത് കുറ്റപ്പെടുത്തലോ അസൂയപ്പെടല്ലോ കേട്ടോ, അള്ളാഹൻ തന്നെ അങ്ങനത്തെ ചിന്താഗതി ഇല്ല. പക്ഷെ അല്പമെങ്കിലും കരുണ കാണിച്ചിട്ട് ഒരു 5 കിലോ പഞ്ചസാര, ഒരു അരിച്ചാക്ക അരിയോ, വിറക്, ഗ്യാസ്, ഇങ്ങനത്തെ ഒരുപാട് ഡൈപ്പറൊക്കെ ബുദ്ധിമുട്ട്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും ഒരുപാട് കോണ്ടാക്ട്സ് ഒന്നുമില്ല, ബന്ധങ്ങളില്ല, തറവാട്ട് മഹിമ അങ്ങനൊന്നുമില്ല. പാവപ്പെട്ടവരാണ്, അന്നും പാവപ്പെട്ടവരാണ്, ഇന്നും പാവപ്പെട്ടവരാണ്. അന്നും കടലിനോട് ആശ്രയിച്ചിട്ട് ജീവിക്കുന്നത്, ഇന്നും കടലിനോട് ആശ്രയിച്ച് ജീവിക്കുന്നത്. ഞാനൊക്കെ പ്രത്യേകിച്ചിട്ട് ഇത് എൻ്റെ ജോലിയല്ല ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് നല്ല ജോലി കല്ലുമ്മക്കായി മുങ്ങി പണിയാണ്. നമ്മളിപ്പം വന്നത് നസീർ ഭായിൻ്റെ കാര്യം പറയാനാണ്. ഈ രോഗം ഇന്ന് നസീർ ഭായിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കോ വരാൻ അല്പം വലിയ സമയമൊന്നും വേണ്ട, ഒരിക്കലും സമയം വേണ്ട. എപ്പോഴും വരെ ഒരാൾക്ക്. ഇന്ന് എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി ഉണ്ട്, മനുഷ്യന്മാർക്ക് എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി ഉണ്ട് അല്ലേ? വാച്ചിക്കായാലും ടി വിക്കായാലും കമ്പ്യൂട്ടറിനായാലും എല്ലാത്തിനും 1 കൊല്ലത്തെ 2 കൊല്ലത്തെ, വാഷിംഗ് മെഷീനിക്ക് 3 കൊല്ലത്തെ ഗ്യാരണ്ടി അങ്ങനെയൊക്കെ ഉണ്ട്. മനുഷ്യന്മാർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? എപ്പം വേണമെങ്കിലും സ്റ്റോപ്പായി പോകും. അങ്ങോട്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കേണ്ടി വരും. മനുഷ്യനെന്ന പരിഗണന കൊടുക്കാൻ ശ്രമിക്കണം നിങ്ങൾ. അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കിൽ നിന്ന് വന്ന വാക്കുകളൊക്കെ കൊണ്ട് ഇട്ടാളാ, വലിച്ചെറിഞ്ഞാളാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സ് ശുദ്ധി ഉണ്ടെങ്കിലേ നമസ്കരിച്ചാൽ നമസ്കാരം സ്വീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്രൂരതയുള്ള മനസ്സിനൊക്കെ പഠിച്ചു സ്വീകരിക്കുമാറാവട്ടെ. അവരസ്കാരം, അവരെ എല്ലാ കാര്യങ്ങളും, ദാനങ്ങളും, നന്മ പറയുന്നതൊക്കെ. പക്ഷെ നമുക്ക് സങ്കടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് എന്നെ പോലത്തെ അറിവില്ലാത്തവർക്കൊക്കെ നല്ല സങ്കടമാണ്. അറിവുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അറിവില്ലാത്ത നമുക്ക് സങ്കടം തന്നെയാണ്. ആ സങ്കടം ഒന്നാണ് ബീച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ. എൻ്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇദ്ദേഹത്തിനെ കാണാനൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരണം. ഇദ്ദേഹത്തിൻ്റെ ഏട്ടന്മാരായാലും മക്കളായാലും ഭാര്യമാരൊക്കെ. 20 കൊല്ലം പ്രവാസിയായിട്ട് ജീവിച്ച ഒരാളാണ്. 20 കൊല്ലം പ്രവാസിയായിട്ട് ജീവിച്ച വ്യക്തിയാണ്. അതും സൂപ്പർവൈസറായിട്ട് ഇലക്ട്രോണിക്കിൻ്റെ. ഇപ്പോൾ കണ്ടാൽ എന്താ തോന്നുന്നു? നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ ഇദ്ദേഹത്തിനെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഒരിക്കലും ശല്യമല്ല. ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കില്ലാത്തത് കുറച്ച് സ്ഥലം അല്ലെങ്കിൽ ഒരു വീട്, അതുണ്ടാകും. അത് നമ്മളിങ്ങനെ നമുക്കറിയുന്നവരോടൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് തുറക്കപ്പെടാമെന്ന് അറിയില്ല. ഓരോ വാതിലും മുട്ടുന്നുണ്ട്. തുറക്കപ്പെടുമായിരിക്കും അല്ലേ? നിങ്ങളെ ദ്വാല ഉൾപ്പെടുത്തി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഗൾഫിൽ എത്ര കൊല്ലം നിൽക്കണേ? 20 കൊല്ലം. ഉറപ്പാ? ഈ 20 കൊല്ലം പോയിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ സൂപ്പർവൈസറായിരുന്നു ഇലക്ട്രിക്കോ. എന്താണ്? സെബീന. കുട്ടികളെത്ര ഉണ്ട്? പെൺകുട്ടിയാളാ? എത്ര മക്കളുണ്ട്? 3 ആള്. ആളെ പേരെന്താ?
മക്കളെ പേര്? മൂത്താളെ പേരെന്താ? അറിയില്ല. അറിയില്ല. എത്ര വയസ്സായി മക്കൾക്ക് അതറിയോ? മക്കൾക്ക് എത്ര പ്രായമായി? ഇപ്പം എത്ര വർഷമായി കണ്ടിട്ട് മക്കളെ? മക്കളെ കണ്ടിട്ട് എത്ര വർഷമായി? അതറിയില്ല. അറിയില്ല. അറിയില്ല. ജ്യേഷ്ഠൻ്റെ പേരെന്താ? ഏട്ടൻ്റെ പേര്? ഉമ്മർ. അതിൻ്റെ താഴെയുള്ളത്? ബീരാൻ. ഉമ്മർ ബീരാൻ. പിന്നെ മൂന്നാമത്തെ ആളാരാ? നിങ്ങളാണോ? അല്ല പെങ്ങൾ. നിങ്ങളാണ് മൂന്നാമത്തെ? നിങ്ങളെ പേരെന്താ ശരിക്കും? നസീർ. നിങ്ങളെ താഴെയുള്ള പെങ്ങളെ പേര്? താഴെയുള്ള പെങ്ങളെ പേരെന്താ? ഓർമ്മയില്ല. രണ്ടാമത്തെ ആളത്? രണ്ട് പെങ്ങന്മാരില്ലേ? അല്ല മൂന്നാളോ? രണ്ടാള്. രണ്ടാളെ പേര് അറിയില്ല? പേരെന്താണ്? നിങ്ങളോട് സ്നേഹമുള്ള പെങ്ങന്മാരാണ്. ജ്യേഷ്ഠന്മാർ സ്നേഹമില്ലാത്ത ജ്യേഷ്ഠന്മാരെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്?